ഹായ് ഗൈസ്. ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുടെ സിനിമ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ജംഗിൾ, കാസ്റ്റവേ ഓൺ ദ മൂൺ, കാസ്റ്റവേ എന്ന് പറഞ്ഞ സിനിമകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദ്വീപിലകപ്പെട്ടു പോവുക, ഒരു കാട്ടിലകപ്പെട്ടു പോവുക, ഒരു ചെറിയൊരു തുരുത്തിലകപ്പെട്ടു പോവുക. ഈ സമയത്തൊക്കെ ആളുകൾ സർവൈവ് ചെയ്യുന്ന സിനിമകൾ. ലോസ്റ്റ് എന്ന സീരീസ് തന്നെ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡിലൻ സർവൈവൽ മോഡലുള്ള ഒരു ഹൊറർ മോഡലുള്ള ഒരു സിനിമയാണ് സെൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ സിനിമ. കഥാനായിക ലിൻഡ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, വളരെ കാലമായിട്ട് ഒരേ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയിലെ ഒരു ബോസും ഉണ്ട്, ബ്രാഡ്ലി. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഒരു ചേർച്ചയിലല്ല. കാരണം ലിൻഡ അത്യാവശ്യം പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയാണ്. ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ വായിലിട്ടിട്ട് ചവച്ചുകൊണ്ട് സംസാരിക്കുക, വൃത്തിയില്ലാണ്ട് നടക്കുക, അങ്ങനത്തെ ഒരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലം ജോലി ചെയ്തിട്ടും അവൾക്കൊരു വലിയൊരു അർഹിച്ചൊരു എന്താ പറയുക ഒരു പ്രൊമോഷൻ അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കി അവളെക്കാളും വളരെ കുറച്ച് കാലം അവിടെ ജോലി ചെയ്ത ആളുകൾക്കൊക്കെ വലിയ പ്രൊമോഷനൊക്കെ കൊടുത്തു. ഇവളാണെങ്കിൽ ഒട്ടുക്കാത്ത ആത്മാർത്ഥതയോടുകൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ഈ ബോസും ഈ ഒരു ലിൻഡയും തമ്മിൽ വലിയൊരു സ്വരച്ചേർച്ചയിലല്ല. അങ്ങനെ ഇവളെല്ലാവരും ഈ ഒരു ഓഫീസിൽ എല്ലാവരും ഒരു കോമാളി പോലെ, ഒരു ബഫൂൺ പോലെയാണ് കാണുന്നത്. ഇവളാണെങ്കിൽ ഒരു കണ്ണടയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഓവർ ആയിട്ട് സംസാരിക്കുന്ന ഒരു ലേഡിയാണ്. ഭയങ്കര മനസ്സിൽ നിഷ്കളങ്കയായിട്ടുള്ള ഒരു ലേഡി. തന്നെ ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെടുന്ന ഒരു ലേഡി. അങ്ങനെ ബോസിന് കുറച്ച് ആളുകളും ലിൻഡയും എല്ലാവരും കൂടെ ഒരു പ്ലെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർക്ക്പരമായിട്ടുള്ള കാര്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലെയിൻ അവിടെ ക്രാഷ് ആവുക. പ്ലെയിൻ ക്രാഷ് ആവുന്ന സമയത്ത് കൂടെയുള്ള ആളുകളൊക്കെ ഈ പറയുന്ന ലിൻഡയെ തള്ളിയിടാനൊക്കെ നോക്കി രക്ഷപ്പെടാനൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ലിൻഡ ആ ഒരു പ്ലെയിനിൽ തന്നെ ഇരുന്ന് തൻ്റെ മനസ്സാന്നിധ്യം കൈവിടാതെ ആ പ്ലെയിൻ ക്രാഷായി വെള്ളത്തിൽ വീണ സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്തെത്തി രാവിലെ ബോധം വരുന്ന സമയത്ത് ഒരു ഐലൻഡിലാണ്, ഒറ്റപ്പെട്ട ഒരു ഐലൻഡ്. ചെറിയ എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് കാടും തെങ്ങും ഒക്കെയുള്ള ഒരു ഐലൻഡ്. ലോസ്റ്റ് സീരീസിൽ, അല്ലെങ്കിൽ കാസ്റ്റവേ സീരീസിലൊക്കെ ഉള്ള, കാസ്റ്റവേ മൂവിയിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു ഐലൻഡ്. അങ്ങനെ ഇവള് ഈ പറയുന്ന തീരത്തൂടെ ഇങ്ങനെ കുറേ നടക്കുന്ന സമയത്താണ് അപ്പുറത്തൊരാളും കൂടെ അവിടെ വീണ് നടക്കുന്നത്. പോയി നോക്കുമ്പോൾ തൻ്റെ ബോസ് ബ്രാഡ്ലി ആ ഒരു തീരപ്രദേശത്ത് നിന്ന് അയാൾ വലിച്ചഴിച്ച് ശുശ്രൂഷിച്ച് അയാൾക്ക് ബോധം വരുന്നവരെ അയാളെ പരിപാലിച്ച് ലിൻഡ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇയാളുടെ കാലിന് ഭയങ്കരമായിട്ട് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്, ബോധം കെട്ട് കിടക്കുകയാണ്. ഈ ഒരു തീരപ്രദേശത്ത് നിന്ന് ശുദ്ധജലം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മഴവെള്ളമൊക്കെ ശേഖരിച്ച് ലിൻഡ ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെ ഈ ബ്രാഡ്ലിയെ ശുശ്രൂഷിക്കുന്നു, തന്നെ സ്വയമായിട്ട് കെയർ ചെയ്യുന്നു. ഇവള് ആ ഒരു സർവൈവൽ മോഡിലേക്ക് ഓണായി. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റപ്പെട്ടു പോയി. അതെ, നമുക്കിവിടെ സർവൈവ് ചെയ്യണം എന്നുള്ള ഒരു ലെവലിൽ കാട്ടിൻ്റെ അകത്തേക്കൊക്കെ പോയി ഒരു പന്നീനെയൊക്കെ കൊന്നിട്ട് വരും. ബോർ എന്ന് പറഞ്ഞ സാധനമില്ല, അതിനെയൊക്കെ കൊന്നിട്ട് വരും. അങ്ങനെ ഇവള് ആ ഒരു കാട്ടുവാസി ലെവലിലേക്ക് മാറി. ഇവളുടെ സാധാരണ നമ്മൾ അതുവരെ കണ്ട ഒരു നിഷ്കളങ്കിയല്ല, പിന്നീട് ഭയങ്കരമായിട്ട് ഒരു പവർ, ഒരു വുമൻസ് പവറൊക്കെ വന്നിട്ടാണ് അവൾ പിന്നീട് പെരുമാറുന്നത്. അങ്ങനെ ബ്രാഡ്ലിക്ക് ബോധം വരുന്നു. ബ്രാഡ്ലി ബോധം വരുന്ന സമയത്ത് താനൊരു ബോസാണ്, അതെൻ്റെ എംപ്ലോയി ആണെന്നുള്ള ലെവലിൽ അവളുടെ അടുത്ത് പെരുമാറാൻ വേണ്ടി പോകും. അപ്പോൾ അവൾ തിരിച്ചടിക്കും. കാരണം ഇവിടെ ബോസ് എംപ്ലോയി എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. ഇവിടെ നമ്മൾ രണ്ടുപേരും കുടുങ്ങി. ഈ കുടുങ്ങിയ സമയത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാനായിട്ട് എന്താ പറയുക, ഒന്ന് കുറച്ചും കൂടെ നിന്ന് നമ്മളൊന്ന് സർവൈവൽ മോഡലിലേക്ക് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് റെഡി ആയി നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വേണം അതിലേതെങ്കിലും ബോട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വിമാനം പോകുന്നുണ്ടോ എന്നുള്ളത് ഒക്കെ നോക്കിയിട്ട് രക്ഷാപ്രവർത്തനത്തിലേക്ക് രക്ഷപ്പെടാനുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രാഡ്ലി ആദ്യമൊക്കെ ഒരു ബോസി ലെവലിലേക്ക് വരും, പിന്നീട് ഇവളുടെ ഒരു പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നോർമലാവും. അങ്ങനെ ഇവരുടെ ഒരു സർവൈവലാണ്, അങ്ങനെ ഇവരുടെ ഒരു ജീവിതമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നാകുമോ, അല്ലെങ്കിൽ അടിച്ച് പിരിയുമോ, അല്ലെങ്കിൽ ഒരു ഹൊറർ മൂഡിലേക്ക് സിനിമ പോകുമോ എന്നുള്ളതൊക്കെയാണ് സിനിമയിലുള്ളത്. സെൻഡ് ഹെൽപ്പ്, അതായത് ഒരു ഭീകര സാധനമുണ്ട് സിനിമയുടെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത്. അതായത് ആ ഒരു ലെവലിലേക്ക്, ആ ഒരു ക്യാരക്ടർ, നമ്മൾ അതുവരെ കണ്ട ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാറ്റമുണ്ട് അതിൽ. ആ ഒരു ലേഡി, അതായത് നമ്മുടെ നായിക റേച്ചൽ മക്കാദംസ് എന്ന് പറഞ്ഞ ഒരു നായിക, നമ്മുടെ എബൌട്ട് ടൈം, പിന്നെ ഷെർലക് ഹോംസ് സീരീസിലൊക്കെ ഉണ്ട് അവൾ. അപ്പോൾ അവളുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയിലുള്ളത്. കണ്ടു നോക്കുക. ഒരു അടിപൊളി ത്രില്ലർ മോഡലുള്ള, ഒരു സസ്പെൻസ് മോഡലുള്ള ഒരു സിനിമയാണ് സെൻഡ് ഹെൽപ്പ്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്.